വെൽക്കം ടു ഫുട്ബോൾ ആൽക്കെമിസ്റ്റ്. അപ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് റയൽ മാഡ്രിഡിനെ കുറിച്ചാണ്. അപ്പോൾ റയലിനെ കുറിച്ച് ഡിസ്കസ് ചെയ്ത് വരുന്ന സമയത്ത് ഫസ്റ്റ് നമുക്ക് കാർലോനെ കുറിച്ച് പറയണം. അപ്പോൾ കാർലോ പുറത്തോട്ട് പോകണമെന്ന് ഒരുവിധം ഫാൻസ് എല്ലാം അഭിപ്രായപ്പെടുന്നുണ്ട്. ഒരു 95% ഫാൻസിൻ്റെ അഭിപ്രായം കാർലോ പുറത്തേക്ക് പോകണമെന്നാണ്. അതായത് കാർലോനെ സാക്ക് ചെയ്ത് പറഞ്ഞു വിടണമെന്നല്ല, നെക്സ്റ്റ് സീസണിലേക്ക് വരുന്ന സമയത്ത് കാർലോക്ക് പകരം മറ്റൊരു മാനേജറെ കൊണ്ടുവന്നിട്ട് ടീമിൽ ഒന്നുകൂടെ ഒരു ഫ്രഷ് ആറ്റ്മോസ്ഫിയർ ബിൽഡ് ചെയ്യണം എന്നാണ് ഒരുവിധം എല്ലാവരുടെയും അഭിപ്രായം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കാർലോൻ്റെ ഒരു സ്റ്റൈലിനെ കുറിച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് സംസാരിക്കാം. അപ്പം കാർലോൻ്റെ ഒരു സ്റ്റൈൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിൾ ഫുട്ബോൾ കളിക്കുക എന്നുള്ളതാണ്. ആളോട് ഒരു ഇൻ്റർവ്യൂവർ ചോദിക്കുന്നുണ്ട്, എന്താണ് നിങ്ങളുടെ ഫിലോസഫി? പെപ്പിൻ്റെത് ആ ഒരു പൊസിഷൻ ഫുട്ബോളാണ്. നമ്മൾ ക്ലോപ്പിൻ്റെ കേസിലേക്ക് വരുന്ന സമയത്ത് അത് ജഡ്ജ് ആൻഡ് പ്രസ്സിംഗ് ആണ്. നിങ്ങളുടെ ഫിലോസഫി എന്താണെന്ന് ചോദിക്കുമ്പോൾ ആൾ പറയുന്നത്, ബോളില്ലാത്ത സമയത്ത് നമ്മൾ പ്രോപ്പറായിട്ട് ഡിഫെൻഡ് ചെയ്യുക, ബോൾ കിട്ടുന്ന സമയത്ത് നമ്മൾ അറ്റാക്ക് ചെയ്യുക, അതാണ് എൻ്റെ ഫിലോസഫി. അപ്പോൾ പ്ലെയേഴ്സിന് ഞാൻ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷന് ബോൾ കിട്ടിക്കഴിഞ്ഞാൽ സിമ്പിളായിട്ട് എന്തൊക്കെ ചെയ്യണം, സിമ്പിളായിട്ട് ഞാനത് പറഞ്ഞു കൊടുക്കും. ഇനി ബോളില്ലാത്ത സമയത്ത് നമ്മൾ ടീം സ്പിരിറ്റ് കാണിക്കുക, എല്ലാവരും ഡിഫെൻസീവ്ലി കമ്മിറ്റ് ചെയ്ത് കളിക്കുക, അതാണ് ചെയ്യേണ്ടത്. ഇത്ര കാര്യങ്ങളൊക്കെയാണ് ഞാൻ നടപ്പിലാക്കുന്നതെന്നാണ് സിമ്പിളായിട്ട് കാർലോ ആഞ്ചലോട്ടി പറയുന്നത്. അപ്പോൾ സംഭവം എന്താ, മൂപ്പരുടെ സിസ്റ്റവും മൂപ്പരുടെ ഫിലോസഫിയും കാര്യങ്ങളൊക്കെ വളരെ സിമ്പിളാണ്. പക്ഷേ ആ ഒരു സിമ്പിൾ ഫുട്ബോൾ കളിക്കുക എന്നുള്ളതാണ് വളരെ ടഫായിട്ടുള്ളൊരു കാര്യം. അത് ശരിക്കും ടഫാണ്. ആൾ ഇത്രയും കാലം പിടിച്ചു നിന്നു, തൻ്റെ ഈയൊരു ശൈലിയുണ്ട്. അതുപോലെ തന്നെ ആളുടെ മാനേജ്മെൻറ്റ് എടുത്തു പറയേണ്ടതാണ്. അദ്ദേഹം അറിയാലോ, ഒരുവിധം ലോക ഫുട്ബോളിലെ ഗ്രേറ്റസ്റ്റ് പ്ലെയേഴ്സിനൊക്കെ പരിശീലിപ്പിച്ചിട്ടുള്ള ഒരു മനുഷ്യനാണ്. AC മിലാൻ മുതൽ ഇന്ന് റയൽ മാഡ്രിഡ് വരെ. AC മിലാൻ്റെ മുമ്പും അദ്ദേഹം പാർലമെൻ്റൊക്കെ മാനേജറായിട്ടുണ്ട്. അപ്പം ഇത്തരത്തിലുള്ള ബിഗ് ജയൻസിനെ പരിശീലിപ്പിച്ചിട്ടുള്ള ഒരു ക്ലബ്ബാണ്, ഒരു മനുഷ്യനാണ് കാർലോ ആഞ്ചലോട്ടി എന്ന് പറയുന്നത്. സോ അദ്ദേഹം എല്ലാ പ്ലെയേഴ്സിനും കണ്ടിട്ടുണ്ട്, എല്ലാവരും ആൾ പ്രോപ്പറായി മാനേജ് ചെയ്യുന്ന ഒരാളാണ്. അതുപോലെ തന്നെ മറ്റൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പറഞ്ഞല്ലോ സിമ്പിൾ ഫുട്ബോളാണ് ആളുടേത്. അപ്പം ആ സിമ്പിൾ ഫുട്ബോളിൽ ഭയങ്കര ക്രൂഷ്യലായിട്ടുള്ള എന്താണ്, എക്സ്ട്രാ ഓർഡിനറി പ്ലെയേഴ്സാണ്. എപ്പോഴും എക്സ്ട്രാ ഓർഡിനറി പ്ലെയേഴ്സിന് എക്സ്ട്രാ ഓർഡിനറി സൊല്യൂഷൻസ് കൊണ്ടുവരാൻ വേണ്ടി കഴിയും. ഓക്കെ, അതാണ് ആളുടെ ഒരു ഫിലോസഫി എന്ന് പറയുന്നത്. എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. എനിക്കിത് ശരിക്കും ഒരു കമൻറ്റിൽ നിന്ന് കിട്ടിയൊരു വാക്കാണ്. എപ്പോഴും എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള പ്ലെയേഴ്സിന് എക്സ്ട്രാ ഓർഡിനറി സൊല്യൂഷൻസ് കൊണ്ടുവരാൻ പറ്റും. ഇപ്പോൾ പെപ്പാണെങ്കിലും ഇവരാണെങ്കിലും അങ്ങോട്ട് പാസ് ഇങ്ങോട്ട് പാസ്, അല്ലെങ്കിൽ ഒരു പ്രിഫേർഡ് ആയിട്ടുള്ള സോണിൽ മാത്രം പ്ലെയേഴ്സ് നിൽക്കുക, ആ സോൺ വിട്ട് പ്ലെയേഴ്സ് പുറത്തു പോകാതിരിക്കുക. അപ്പം അവിടെ പ്ലെയേഴ്സിൻ്റെ ഫ്രീഡം പെപ്പാണെങ്കിലും വേറെ സിസ്റ്റത്തിലുള്ള പല മാനേജർമാരാണെങ്കിലും റെസ്ട്രിക്റ്റ് ചെയ്യുന്നുണ്ട്. അതേസമയം നമ്മൾ ഈ ഒരു കാർലോ ആഞ്ചലോട്ടിൻ്റെ ടീമിലേക്ക് വരുന്ന സമയത്ത് അവിടെ എല്ലാ പ്ലെയേഴ്സിനും ആവശ്യത്തിന് ഫ്രീഡം ഉണ്ട്. ആവശ്യത്തിന് പോയി സ്പേസ് ഒക്യുപ്പൈ ചെയ്യാനും അങ്ങനത്തെ കാര്യത്തിനൊക്കെ ഫ്രീഡം കാര്യമായിട്ട് മൂപ്പര് കൊടുക്കുന്നുണ്ട്. അവിടെ തന്നെ ആൾ പ്ലെയേഴ്സിൻ്റെ ക്രിയേറ്റിവിറ്റി നന്നായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം അവിടെ എന്താ പറയുക, ജൂഡ് ബെല്ലിംഗ്ഹാമിൻ്റെതാണെങ്കിലും അതുപോലെ വിനീഷ്യസ് ജൂനിയറിൻ്റെ ആണെങ്കിലും അങ്ങനെ എല്ലാ പ്ലെയേഴ്സിൻ്റെയും ക്രിയേറ്റിവിറ്റി വൃത്തിക്ക് യൂസ് ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. അല്ലെങ്കിൽ ആ പ്ലെയേഴ്സിൻ്റെ അടുത്തുള്ള ഫ്ലെയർ കൃത്യമായിട്ട് യൂസ് ചെയ്യുന്ന, അവരുടെ ഇൻഡിവിജ്വൽ ബ്രില്യൻസിന് എപ്പോഴും ടീമിലൊരു സ്ഥാനം കൊടുക്കുന്ന മനുഷ്യനാണ് ആര്, നമ്മുടെ കാർലോ ആഞ്ചലോട്ടി എന്ന് പറയുന്നത്. ഇപ്പോൾ പെപ്പ് പോലും പലപ്പോഴും ഇൻഡിവിജ്വൽ ബ്രില്യൻസ് കാണിക്കുന്നതിന് പ്ലെയേഴ്സിനെ റെസ്ട്രിക്റ്റ് ചെയ്യാറുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് ജാക്ക് ഗ്രീലിഷ് എന്നുള്ളത്. എൻ്റെ ഒരു ഒപ്പീനിയനാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പം ഇതാണ് മൂപ്പരുടെ സ്റ്റൈല്. പ്ലെയേഴ്സിനെ മാനേജ് ചെയ്ത് അവരടുത്ത് ഒരു ബോണ്ട് ഉണ്ടാക്കി എടുത്തിട്ട് ഒരു ടീം സ്പിരിറ്റ് ബിൽഡ് ചെയ്തിട്ട് മാക്സിമം ഔട്ട്പുട്ട് എടുക്കുക എന്നുള്ളതാണ് മൂപ്പരുടെ സ്റ്റൈല്. ആ സ്റ്റൈൽ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ മൂപ്പര് റയലിലും വിജയിപ്പിച്ചെടുത്തിട്ടുള്ളത്. 2 UCL അടക്കം ഈ ഒരു ടേണിൽ ആൾ നേടിയെടുത്തിട്ടുള്ളത്. മുന്നത്തെ ടേണിൽ ആൾ ലാഡസിമയും വിജയിച്ചിട്ടുണ്ട് റയലിൻ്റെ കൂടെ. അപ്പം ഇത് ചില സമയത്തൊന്നും ഇപ്പോൾ സസ്റ്റൈനബിളായിട്ട് തോന്നുന്നില്ല ആളുടെ കേസിൽ. ഞാൻ പറഞ്ഞല്ലോ, ആൾക്ക് കുറേ പ്ലെയേഴ്സൊന്നും വേണ്ട, ആളുള്ള പ്ലെയേഴ്സിനെ വെച്ചിട്ട് എങ്ങനെ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കാം എന്ന് ചിന്തിക്കുന്ന മനുഷ്യനാണ്. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോയെന്ന് അറിയില്ല, കഴിഞ്ഞ വർഷം ഏകദേശം ഇതേ സമയത്ത് റയലിൻ്റെ ഡിഫൻസിൽ ഒരുപാട് ക്രൈസിസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ എപ്പോഴും അവിടെ നിന്ന് കളിക്കുന്ന ഒരു പ്ലെയറാണ് റൂഡിഗറിന് പോലും എന്തോ ഇഞ്ചറി പ്രശ്നം ഉണ്ടോ എന്നൊക്കെ നമ്മൾ കേട്ടൊരു സമയം ഉണ്ടായിരുന്നു. ആ സമയത്ത് മാധ്യമപ്രവർത്തകർ കാർലോനോട് ചോദിക്കുന്നുണ്ട്, ഒരു സെൻറ്റർ ബാക്കിന് വേണ്ടിയിട്ട് നിങ്ങൾ വിൻഡോയിലേക്ക് പോകില്ലെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഒറ്റ മൈൻഡിൽ പറഞ്ഞു, എനിക്ക് സെൻറ്റർ ബാക്ക് വേണ്ട, ഉള്ളവരെ വെച്ച് മാനേജ് ചെയ്യാൻ എനിക്കറിയാം. അങ്ങനെ ഒരുവിധം അവർ മാനേജ് ചെയ്ത് പോയി, അവർ UCL അടിച്ചു. ഈ സീസണിലേക്ക് വരുന്ന സമയത്തും അതേപോലത്തെ ഒരു ക്രൈസിസാണ്. പലപ്പോഴും ഷൊമേനിനെ അവിടെ ഇട്ട് കളിപ്പിക്കേണ്ടി വരുന്നുണ്ട്. അതേപോലെ റൈറ്റ് ബാക്ക് നോക്കുമ്പോൾ അവിടെ ആളില്ല, അവിടെ കർവഹാളില്ല. കർവഹാളിൻ്റെ പകരം അവിടെ ആരാ ഉള്ളത്? ലൂക്കാസ് വാസ്കുസ് ഉള്ളത്. ലൂക്കാസ് വാസ്കുസ് ഡിഫെൻസീവിൽ വൾണറബിൾ ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം ആളൊരു നാച്ചുറൽ റൈറ്റ് ബാക്ക് അല്ല. അതുപോലെ ലെഫ്റ്റിൽ കാര്യമായിട്ട് പ്രശ്നങ്ങളുണ്ട്. മെൻഡിനെ പ്രിഫർ ചെയ്യുന്നതുകൊണ്ട് മെൻഡി ഇപ്പോൾ കുറേ കാലമായിട്ട് ഡിഫെൻസീവ്ലി വീക്കാന്ന് നമുക്കറിയാം. അപ്പം അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ടീമിൽ നിലനിൽക്കുകയാണ്. അപ്പോൾ ഇപ്പോഴും
കാർലോ ആണെങ്കിലും മാനേജ്മെൻ്റ് ആണെങ്കിലും അത് മാനേജ്മെൻറ്റ് മാത്രം അങ്ങോട്ട് ക്രെഡിറ്റ് കൊടുക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നു കാർലോ സൈനിങ് ഇല്ലെങ്കിൽ കുഴപ്പമില്ല എന്നുള്ളൊരു മൈൻഡാണ്. അല്ലെങ്കിൽ സൈനിങ്ങിന് വേണ്ടി കാർലോ വാശി പിടിക്കുന്നില്ല എന്നുള്ളതും ഇവിടെ ഒരു കാര്യമാണ്. അതായത് എനിക്ക് ആ പ്ലെയറെ വേണം, എനിക്ക് ഈ സോണിൽ പ്ലേയേഴ്സിനെ വേണം, ഇങ്ങനത്തെ ഒരു വാശിയൊന്നും കാർലോ പിടിക്കുന്നില്ല. ഉള്ള പ്ലേയേഴ്സിനെ വെച്ചിട്ട് ഞാൻ എൻ്റെ രീതിക്ക് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നുള്ള ഒരു മൈൻഡാണ് കാർലോക്ക് ഉള്ളത്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഇതിപ്പോൾ സമയം കുറേ മാറിപ്പോയി. ഈ മാറിയ സമയത്തിനൊത്ത് ഇവോൾവ് ആയിട്ട് റിസൾട്ട് ഉണ്ടാക്കിയെടുത്ത മനുഷ്യൻ തന്നെയാണ് കാർലോ. പക്ഷേ ഇപ്പോൾ ചാമ്പ്യൻസ് ലീഗ് ഈ ഫോർമാറ്റിലേക്ക് ആയതുകൊണ്ടും അതുകൊണ്ട് തന്നെ ഈ ലാലിഗ ആണെങ്കിലും കോപ്പ ഡെൽ റേ ആണെങ്കിലും സൂപ്പർ കോപ്പ ഡി എസ്പാന ആണെങ്കിലും എല്ലാ ഫിക്സ്റ്റേഴ്സും ഒരുമിച്ച് വരുന്നതുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ കൺജസ്റ്റഡ് ആവുകയാണ്. അപ്പോൾ ഈ സ്ക്വാഡ് ഡെപ്ത് ഇല്ലാതെ ഉള്ള പ്ലെയേഴ്സിനെ വെച്ചിട്ട് ഇങ്ങനെ ഹൈ ഇൻറ്റൻസ് ആയിട്ട് കളിക്കുന്ന സമയത്ത് അവർക്ക് ഇഞ്ചറി വരാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. അപ്പം ഇതാണ് ഇപ്പോൾ റയലിൻ്റെ കാര്യത്തിൽ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് നിലനിൽക്കുന്നത്. അപ്പം അത് കാരണമാണ് ആ ഒരു ACL ഇഞ്ചുറി കർവഹാളിന് അനുഭവിക്കേണ്ടതായിട്ട് വന്നത്. വേറെയും പല പ്ലേയേഴ്സിനും ഇപ്പം മിൽട്ടാവ് അടക്കമുള്ള പ്ലേയേഴ്സ് ഇപ്പോൾ നിലവിൽ ഇഞ്ചോർഡാണ്. അലാബക്ക് നിരന്തരം ഫിറ്റ്നസ് ഇഷ്യൂസ് ഉണ്ട്. അപ്പം ഇത്തരത്തിലുള്ള ഇഷ്യൂസൊക്കെ ഈ ഒരു സിസ്റ്റം യൂസ് ചെയ്യുന്നതും കൊണ്ടും കൂടിയാണ്. അതായത് ഉള്ള പ്ലേയേഴ്സ് മതി എന്നുള്ള ഒരു മൈൻഡ് സെറ്റാണ് എപ്പോഴും കാർലോക്ക് ഉള്ളത്. ആൾക്ക് ഭയങ്കര സ്ക്വാഡ് ഡെപ്ത് വേണം എന്നുള്ളൊരു മൈൻഡില്ല, അത് കൊടുക്കണമെന്ന് മാനേജ്മെൻറ്റിനുമില്ല. അപ്പം ആ ഒരു മൈൻഡ് സെറ്റ് അവിടുന്ന് മാറണം. അതുപോലെ തന്നെ റയലിന് പലപ്പോഴും അറിയാം ഈ കാർലോൻ്റെ സമയത്ത് അവർക്ക് ഗെയിമിൽ കൺട്രോൾ ഉണ്ടായിരിക്കില്ല, ഭയങ്കര കെയോട്ടിക് ആയിരിക്കും, പ്രോപ്പറായിട്ട് അവർ ഗെയിം കൺട്രോൾ ചെയ്യില്ല. അപ്പം അതും ഒരു പ്രശ്നമാണ് നമ്മൾ കാർലോൻ്റെ കേസ് എടുക്കുന്ന സമയത്ത്. മൂപ്പര് നേരത്തും കാലത്തും പ്ലേയേഴ്സിനെ സൈൻ ചെയ്യാൻ വാശി പിടിക്കാത്തത്, അതുപോലെ തന്നെ ആ ഗെയിമിൽ കൺട്രോൾ ഇല്ലാത്തത്. അപ്പം അതൊക്കെ കാർലോൻ്റെ കേസിൽ നമ്മളിപ്പോൾ നോക്കുന്ന സമയത്ത് ഭയങ്കര പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം അവിടെ ഒരു ചേഞ്ച് വേണം. അത് കാർലോനെ സാക്ക് ചെയ്തുകൊണ്ടല്ല, നെക്സ്റ്റ് സീസണിൽ തുടങ്ങുന്ന സമയത്ത് കാർലോക്ക് ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, തുടങ്ങുന്ന സമയത്തല്ല ഈ ഒരു സീസൺ എൻഡിൽ കാർലോക്ക് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫെയർവെല്ല് കൊടുത്തുകൊണ്ട് അവർ കാർലോക്ക് പകരക്കാരനായിട്ട് മറ്റൊരു മാനേജറെ കൊണ്ടുവരണം എന്നുള്ളതാണ് ടീമിൽ വരേണ്ട ആദ്യത്തെ മാറ്റം. കാർലോ റിസൾട്ട് ഉണ്ടാക്കിയെടുക്കുന്ന മാനേജറാണ്, കാർലോ റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ട് കളിക്കുന്ന ഒരു മാനേജറാണ്. ആളുടെ ടീമിൻ്റെ കളി കാണാൻ ഭയങ്കര രസമാണ്. ഇപ്പം വിനിക്ക് കൊടുക്കുന്ന ഫ്രീഡം, റോഡ്രിഗോക്ക് കൊടുക്കുന്ന ഫ്രീഡം, അവിടെ ഫെഡെ വാൽവേർഡെ കളിക്കുന്നത്, അതുപോലെ തന്നെ ബെല്ലിംഗ്ഹാം കളിക്കുന്നത്, എംബാപ്പെ കളിക്കുന്നത്, ഇതൊക്കെ കാണാൻ നമുക്ക് ഇഷ്ടമാണ്, ഇതൊക്കെ രസമാണ്. പക്ഷേ നോക്കുവാണെങ്കിൽ ഇപ്പോൾ ടീമിൽ എസെൻഷ്യൽ ആയിട്ടുള്ളൊരു സംഭവമാണ് ഒരു ബോൾ പ്ലേയിങ് 6 എന്ന് പറയുന്നത്. അവിടെ ഷൊമേനിയാണ് 6 ആയിട്ടുള്ളത്. ഷൊമേനിക്ക് ആ പണി എടുക്കണമെങ്കിൽ ഷൊമേനിൻ്റെ കൂടെ ബോൾ പ്ലേയിങ്ങിൽ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു മനുഷ്യൻ വേണം. അതായത് ക്രൂസ് എടുക്കുന്ന പോലെയല്ല, ആ കാര്യങ്ങൾ ഒരു ചെറിയ ലെവലിലെങ്കിലും നല്ല രീതിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരാൾ വേണം. അതിന് പറ്റിയ ആളാണ് സുബിമെൻഡിയൊക്കെ. അല്ലെങ്കിൽ മറ്റൊരു പ്ലെയർ അവർ കൊണ്ടുവരണമായിരുന്നു, സ്റ്റില്ലറെ പോലത്തെ ഒരു പ്ലെയറൊക്കെ അവർ കഴിഞ്ഞ വിൻഡോയിൽ കൊണ്ടുവരണമായിരുന്നു. അത് കൊണ്ടുവന്നില്ല. അതിനൊക്കെ വേണ്ടിയിട്ട് ശരിക്കും ഈ ചങ്ങായി വാശി അങ്ങോട്ട് പിടിക്കുന്നില്ല. നമ്മളെപ്പോഴും കേൾക്കുന്നതാണ്, നമ്മൾ ഒരിക്കലും കേട്ടിട്ടില്ല. അതായത് കാർലോ ആ പ്ലെയർക്ക് വേണ്ടി ആ പ്ലെയർ വേണമെന്ന് പറഞ്ഞു, ഈ പ്ലെയർ വേണമെന്ന് പറഞ്ഞു എന്നൊന്നും നമ്മൾ ഒരിക്കലും കേട്ടിട്ടില്ല. സോ അതാണ് കാർലോൻ്റെ അടുത്ത് നിന്ന് എനിക്ക് തോന്നിയിട്ടുള്ള ഏറ്റവും വലിയൊരു പ്രശ്നം. ഓക്കെ, അപ്പോൾ കാർലോക്ക് ഇറ്റ്സ് ടൈം ടു മൂവ് ഓൺ എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതായത് റയലിൽ നിന്ന് കാർലോ മൂവ് ഓൺ ചെയ്യണം. ഇനിയിപ്പം നമ്മൾ മറ്റുള്ള പൊസിഷനിൽ എവിടേക്കാണ് ഇപ്പം അഡീഷൻ വേണ്ടതെന്ന് നോക്കുവാണെങ്കിൽ റൈറ്റ് ബാക്ക് സൈഡിൽ നെക്സ്റ്റ് സീസണിലേക്ക് വരുന്ന സമയത്ത് റയൽ 1-2 പ്ലേയേഴ്സിനെ കൊണ്ടുവരണം. കാരണം കർവഹാൾ മിക്കവാറും നെക്സ്റ്റ് സീസണും കൂടെ ഒക്കെ കാണുള്ളൂ. 2025 കഴിഞ്ഞാൽ 26 കൂടെ ആൾ കാണുള്ളൂ. ഓക്കെ, അപ്പോൾ ആൾക്ക് ഒരു ലോങ് ടേം റീപ്ലേസ്മെൻ്റ് ആയിട്ട് അവർ ഓൾമോസ്റ്റ് അലക്സാണ്ടർ അർണോൾഡിനെ അവിടെ സൈൻ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു ബാക്കപ്പിന് അവർ കൊണ്ടുവരേണ്ടതായിട്ട് വരും 2025 സമ്മറിൽ അല്ലെങ്കിൽ 2026. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സമ്മറിൽ തന്നെ പോയിട്ട് ഈ ഒരു വിൻ്ററിൽ തന്നെ പോയിട്ട് അവരൊരു റൈറ്റ് ബാക്കിനെ കൊണ്ടുവരേണ്ടതാണ്. ഇതുവരെ ചെയ്തിട്ടില്ല. അത് ഭയങ്കര കൺസേണിങ് ആയിട്ടുള്ള കാര്യമാണ്. അത് ഞാൻ പറഞ്ഞ പോലെ മാനേജ്മെൻറ്റ് അതിന് മെനക്കിടുന്നില്ല. ഈ ചങ്ങായി അതിന് വാശി പിടിക്കുന്നില്ല. സോ അവർ എത്രയും പെട്ടെന്ന് പോയിട്ട് ഒരു റൈറ്റ് ബാക്ക് കളിക്കാൻ പറ്റുന്ന ഒരു പ്ലെയറെ സൈൻ ചെയ്യണം. അതിപ്പോൾ എന്തായാലും നെക്സ്റ്റ് സമ്മറിൽ അർണോൾഡ് വരും. പക്ഷെ അർണോൾഡ് വരുന്നതിന് മുമ്പ് അവർക്ക് ഈ ഒരു സീസണിൽ UCL ക്രൂഷ്യലായിട്ടുള്ള മാച്ചുകൾ, ലീഗ് കോമ്പറ്റീഷൻസ് ടൈറ്റാണ്. അപ്പോൾ ഇതൊക്കെ കളിക്കാനുണ്ട്. ഓൾറെഡി ലിവർപൂളിൻ്റെ അടുത്തുനിന്ന്, AC മിലാൻ്റെ അടുത്തുനിന്ന്, ബാഴ്സൻ്റെ അടുത്തുനിന്ന് 2 പ്രാവശ്യം വലിയ അടികൾ കിട്ടി നിൽക്കുന്ന ഒരു ടൈമാണ്. അപ്പം ഈ അടിയൊക്കെ കിട്ടാൻ കാരണം എന്താ? ഈ റൈറ്റ് ബാക്കിലെ ഹോളാണ് പ്രധാനപ്പെട്ട ഒരു റീസൺ. ഓക്കെ, ആ ഹോൾ ഇതുവരെ പരിഹരിക്കാൻ ഇവർ ശ്രമിച്ചിട്ടില്ല. അവിടേക്കാണ് റയലിൽ
മാറ്റം വരേണ്ട പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ നോക്കുവാണെങ്കിൽ അവിടെ ഫ്രാൻ ഗാർഷ്യ ഉണ്ട്. ഫ്രാൻ ഗാർഷ്യ എന്ന് പറയുമ്പം ഒഫൻസീവ്ലി നന്നായിട്ട് സപ്പോർട്ട് ചെയ്യും. അതേസമയം ഫെർലാൻ മെൻഡി എന്ന് പറയുന്ന സമയത്ത് ആൾ ഡിഫൻസീവ്ലി നന്നായിട്ട് സപ്പോർട്ട് ചെയ്യും. ഒഫൻസീവ്ലി ഔട്ട്പുട്ട് എപ്പോഴും 0 ആയിരിക്കും. ഇപ്പോൾ ഫെർലാൻ മെൻഡി ഒഫൻസീവ്ലി സപ്പോർട്ട് ചെയ്യുന്നില്ല, ഇപ്പോൾ ഡിഫൻസീവ്ലി സപ്പോർട്ട് ചെയ്യുന്നില്ല. ആളുടെ ഡിഫൻസീവ് ക്വാളിറ്റീസൊക്കെ വല്ലാണ്ട് കുറഞ്ഞു പോയിട്ടുണ്ട്. സോ ഇറ്റ്സ് ടൈം ടു മൂവ് ഓൺ. അവിടേക്ക് നല്ലൊരു ഹൈ ക്വാളിറ്റി അഡീഷൻ നടത്തേണ്ട സമയമായിട്ടുണ്ട്. സോ ഡേവിസിൻ്റെ ആഗ്രഹങ്ങളൊക്കെ കഴിഞ്ഞു. ഡേവിസിന് എന്തായാലും വരാൻ വേണ്ടി പോകുന്നില്ല. സോ പറ്റുകയാണെങ്കിൽ ഈ സമ്മറിലോ നെക്സ്റ്റ് സമ്മറിലോ അല്ലെങ്കിൽ ഈ വിൻ്ററിലോ പോയിട്ട് ഒരു ടോപ്പ് ലെഫ്റ്റ് ബാക്കിനെ അവർ കൊണ്ടുവരണം. എന്നാലാണ് അവർക്ക് ഡിഫെൻസീവ്ലി സ്റ്റേബിളായിട്ട് നിൽക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ അവർക്ക് വലിയ വലിയ അടികൾ ഈ സീസണിൽ കിട്ടിയത്. അതിന് പ്രധാനപ്പെട്ട റീസൺ ആ ലെഫ്റ്റിലെ കൂടെ ഹോളാണ്. നെക്സ്റ്റ് പിന്നെ പറയുകയാണെങ്കിൽ സെൻറ്റർ ബാക്ക്, 2 സെൻറ്റർ ബാക്കിന് അല്ലെങ്കിൽ ഒരു ടോപ്പ് ക്ലാസ് സെൻറ്റർ ബാക്കിനെ അവർ നെക്സ്റ്റ് സമ്മറിൽ കൊണ്ടുവരണം. ആ സെൻറ്റർ ബാക്കിൻ്റെ കാര്യത്തിൽ ശരിക്കും റയൽ പലതവണ അലസത കാണിച്ചിട്ടുണ്ട്. അതായത് അവർക്ക് ശരിക്കും ലെനിയോറോനെ സൈൻ ചെയ്യാനുള്ള അവസരം ഉണ്ടായിരുന്നു, കുസനോവിനെ സൈൻ ചെയ്യാനുള്ള അവസരം ഉണ്ടായിരുന്നു. ഈ ഡീലിലൊക്കെ നൈസായിട്ട് അവിടെയൊക്കെ ഇവർ വന്നു പോയെങ്കിൽ പോലും ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഇൻറ്റൻറ്റ് കാണിക്കുക അല്ലെങ്കിൽ ഒരു സ്ട്രോങ് ആയിട്ട് ഒരു ബിഡ് വിടുക, അതിനൊന്നും റയൽ ശ്രമിച്ചിട്ടില്ല. അപ്പോൾ റയൽ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു കൂട്ടി വെക്കുന്നതെന്ന് നമുക്കറിയില്ല. മേ ബി നെക്സ്റ്റ് സമ്മറിൽ ഒരു ബിഗ് സൈനിങ് ചിലപ്പോൾ കാണുമായിരിക്കാം. ചിലപ്പോൾ അത് സാലിബ വരെ ആവാം. നമുക്കത് പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. സോ അവർക്ക് ആ സെൻറ്റർ ബാക്ക് ഏരിയാസിൽ 1-2 ഹൈ ക്വാളിറ്റി പ്ലെയേഴ്സ് വരേണ്ടത് അത്യാവശ്യമാണ്. ഈ റൂഡിഗർ എന്ന് പറയുന്ന മനുഷ്യൻ 2-3 സീസണായി നോൺ സ്റ്റോപ്പായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആൾക്ക് അവിടെ റെസ്റ്റ് കൊടുക്കണം. എന്നാലാണ് ആളുടെ നിന്ന് ബെറ്റർ ഔട്ട്പുട്ടൊക്കെ ഇനിയും തുടർന്ന് അങ്ങോട്ട് കിട്ടുകയുള്ളൂ. ഓക്കെ, പിന്നെ അലാപനെ പറഞ്ഞു വിടണം എന്നുള്ള അഭിപ്രായമുള്ള കുറേ ഫാൻസ് ഉണ്ട്. സോ എന്തായാലും അവിടെ കാര്യമായിട്ട് അഡീഷൻസ് വേണം. ഇനി മിഡിലേക്ക് വരുന്ന സമയത്ത് ഒരു 6 വേണം. ഇപ്പോൾ ഷൊമേനി ക്ലബ്ബ് വിടുക എന്ന് കേൾക്കുന്നുണ്ട്. ഷൊമേനി അവിടെ സഫർ ചെയ്യാൻ കാരണം മുമ്പ് അവിടെ ഷൊമേനിൻ്റെ കൂടെ ക്രൂസ് കളിച്ചിട്ടുണ്ടായിരുന്നു. സർവ്വ ഓൺ ദ ബോൾ പണികളും അവിടെ ക്രൂസ് എടുക്കുന്നുണ്ട്. അപ്പം ക്രൂസ് എടുക്കുന്ന പണി എടുക്കാൻ നിലവിൽ റയൽ മാഡ്രിഡിൽ ഒരാളില്ല എന്നുള്ളതാണ് മെയിൻ പ്രശ്നം. അതായത് ഞാൻ പറഞ്ഞല്ലോ, കാർലോ കളിക്കുന്ന സിമ്പിൾ ഫുട്ബോളാണ്. ആ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ ഏറ്റവും ഹയസ്റ്റ് ലെവലിൽ ചെയ്യാൻ പറ്റുന്നൊരു മനുഷ്യനായിരുന്നു ക്രൂസ്. ഇപ്പോൾ അവിടെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ ചങ്ങായി വെൽവേർഡൊക്കെ ഉണ്ടെങ്കിൽ പോലും ഈ ക്രോസ് കൊടുക്കുന്ന പോലെ സ്വിച്ച് കൊടുക്കുക, സ്പ്ലിറ്റിംഗ് ബോൾസ് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് എപ്പോഴും വൽവേർഡേക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമില്ല. വൽവേർഡെ ഒരു ലിറ്റിൽ ബിറ്റ് ഡിഫറെൻ്റ് ആണെന്ന് നമുക്ക് പറയാം. സോ അവർക്ക് ഗെയിം കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന, നല്ല സ്വിച്ചുകൾ കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു DM വേണം. അതിന് അവരേറ്റവും പ്രിഫർ ചെയ്യുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് മിക്കവാറും സുബിമെൻഡി തന്നെ ആയിരിക്കും. അപ്പം നെക്സ്റ്റ് സമ്മറിൽ അവർ ആ ചെങ്ങായിനെ നിർബന്ധമായിട്ടും ടീമിലേക്ക് എത്തിക്കണം. സുബിമെൻഡി അല്ലെങ്കിൽ മറ്റൊരു 6, ബോൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന 6. അപ്പോൾ ഷൊമേനി പോകുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഷൊമേനി പോയി കഴിഞ്ഞാൽ അവർക്ക് ആ ഫണ്ടും കൂടെ ഇവിടെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളത് മറ്റൊരു കാര്യം. ഇനി ഷൊമേനി പോയില്ലെങ്കിലും ഇങ്ങനെ ബോൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു 6 ഉണ്ടെങ്കിൽ അത് ഷൊമേനിനെ സംബന്ധിച്ചിടത്തോളം കുറേ കൂടി ഫ്രീ ആയിട്ട് ആൾക്ക് ഡിഫെൻസീവ് ഡ്യൂട്ടീസിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ആൾ ഡിഫെൻസീവ്ലി കോൺസെൻട്രേറ്റ് ചെയ്യുകയും ചെയ്തോളും. ഓൺ ദ ബോൾ പണിയൊക്കെ ഈ സുബിമെൻഡിനെ പോലത്തെ ഒരു 6 ചെയ്തോളും. അതാണ് അവിടെ അവർ ആ 6ൻ്റെ ഏരിയയിൽ ചെയ്യേണ്ടത്. പിന്നെ അവർക്ക് മിഡ്ഫീൽഡിൽ അത്യാവശ്യം സ്ട്രെങ്ത് ഉണ്ട്. ഇപ്പം ജൂഡ് ബെല്ലിംഗ്ഹാം ഉണ്ട്, അതുപോലെ അർദ്ധ ഗ്യൂളർ വേണമെങ്കിൽ 10 ആയിട്ടും വിങ്ങിലും കളിക്കും. അതുപോലെ സെബയോസ് ഉണ്ട്, ഫെഡെ വാൽവർഡെ ഉണ്ട്, കമവിങ്കി ഉണ്ട്. ബാക്കിയുള്ള പോസ്റ്റിൽ മിഡിൽ നോക്കുന്ന സമയത്തൊക്കെ അവർക്ക് ആൾക്കാരുണ്ട്. പിന്നെ അവർ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം അക്കാഡമിയിൽ നിന്ന് ആരെങ്കിലുമൊക്കെ കൊണ്ടുവന്നിട്ട് കളിപ്പിക്കുക എന്നുള്ളതാണ് മിഡ്ഫീൽഡിൽ. അതും നല്ലൊരു കാര്യമാണ്. അവർ പ്രോപ്പറായിട്ട് ബാഡ്ജിന് വേണ്ടി ഫൈറ്റ് ചെയ്യും. ഇപ്പോൾ റയൽ പലപ്പോഴും അക്കാഡമിക്ക് വേണ്ടിയിട്ട് ഒരു പരിഗണന കൊടുക്കുന്നില്ല എന്നുള്ള പരാതി, ഫാൻസിൻ്റെ പരാതി പരിഹരിക്കാനും അവർക്ക് പറ്റും എന്നുള്ളതാണ്. അറിയാലോ, ചിലപ്പം അക്കാഡമിയിൽ നിന്ന് കൊണ്ടുവരുന്നൊരു പ്ലെയർ ആയിരിക്കും ടീമിൻ്റെ ലെവൽ തന്നെ മാറ്റുക. അപ്പം അത് നമ്മൾ പലതവണ കണ്ടിട്ടുള്ളൊരു കാര്യമാണ്. സോ റയൽ മാഡ്രിഡ് മിഡ്ഫീൽഡിൽ റയൽ ആൻഡ് കാർലോ അക്കാഡമി പ്ലേയേഴ്സിനൊന്നും അങ്ങനെ വിശ്വസിക്കുന്നില്ല എന്നുള്ളതും കാർലോൻ്റെ അടുത്ത് നിന്നുള്ളൊരു ചെറിയ നെഗറ്റീവ് പോയിൻ്റായിട്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. സോ റയൽ അക്കാഡമിനെ കുറച്ച് വിശ്വസിക്കേണ്ടതായിട്ടുണ്ട് മിഡ്ഫീൽഡിൽ. അപ്പോൾ മിഡ്ഫീൽഡിൽ 6 മാറ്റി നിർത്തി കഴിഞ്ഞാൽ അവർക്ക് വലിയ അഡീഷൻ്റെ കാര്യമൊന്നുമില്ല. അക്കാഡമിയിൽ നിന്ന് ആരെങ്കിലുമൊക്കെ യൂസ് ചെയ്തിട്ട് അക്കാഡമിയിൽ നിന്ന് ആരെങ്കിലുമൊക്കെ ബാക്കപ്പായിട്ട് യൂസ് ചെയ്താൽ മതി. പിന്നെ നമ്മൾ ഫ്രണ്ട് 3ലേക്കൊക്കെ പോകുന്ന സമയത്ത് ഒരു സ്ട്രൈക്കറെ കൂടെ എത്തിച്ചാൽ നന്നായിരിക്കും. അതായത് അറ്റ്ലീസ്റ്റ് ഹൊസേലോനെ പോലത്തെ ഒരു സ്ട്രൈക്കറെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അവിടെ എംബാപ്പയ്ക്ക് ബാക്കപ്പ് കളിക്കാനും ചില സമയത്ത് അവിടെ ഒരു ടാർഗറ്റ് മാനായിട്ട് ആക്ട് ചെയ്യാനൊക്കെ ഒരാളുണ്ടെങ്കിൽ നന്നായിരിക്കും. ബാക്കപ്പ് ഓപ്ഷനായിട്ട്, മെയിൻ ഓപ്ഷനായിട്ടല്ല, പക്ഷേ ബാക്കപ്പ് ഓപ്ഷനായിട്ട് ഒരു സ്ട്രൈക്കറെ കൊണ്ടുവരുന്നത് വളരെ വളരെ നല്ലതാണ്. അറ്റ്ലീസ്റ്റ് ടറേമിനെ പോലത്തെ ഒരു സ്ട്രൈക്കറെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് റയലിനൊരു ഹ്യൂജ് ബൂസ്റ്റ് ആവാൻ ചാൻസ് ഉണ്ട് പല ക്രൂഷ്യൽ മാച്ചസിലും പല ക്രൂഷ്യൽ മൊമെൻറ്റ്സിലും. ഓക്കെ,
അപ്പം അതൊക്കെയാണ് പ്രധാനമായിട്ടും റയലിനെ സംബന്ധിച്ചിടത്തോളം വേണ്ടത്. റൈറ്റ് സൈഡ് നോക്കുവാണെങ്കിൽ അവിടെ റോഡ്രിഗോ കളിക്കുന്നുണ്ട്. അതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ തന്നെ വേണമെങ്കിൽ ബ്രാഹീം കളിക്കും, അർദ്ധ കളിക്കും. പിന്നെ സ്ട്രൈക്കറായിട്ട് എൻട്രിക്ക് ഉണ്ട് കേട്ടോ. എൻട്രിക്കിൻ്റെ കാര്യം ഞാൻ വിട്ടുപോയി. എൻട്രിക്കിനെയും കൂടുതലൊന്നും പല സമയത്തും കാർലോ പ്രിഫർ ചെയ്യുന്നില്ല. അപ്പം അവർ മേ ബി ഒരു ബാക്കപ്പ് സ്ട്രൈക്കറെ കൂടെ കൊടുന്ന നൈസായിരിക്കും. പിന്നെ പറയുകയാണെങ്കിൽ ലെഫ്റ്റിൽ പ്രോപ്പറായിട്ട് വിനിനെ ബെഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റുന്ന രൂപത്തിലുള്ള ഒരു പ്ലെയറും കൂടി വന്നാൽ റയലിനെ സംബന്ധിച്ചിടത്തോളം നല്ലതാണ്. അപ്പോൾ ഇതൊക്കെ ലക്ഷറിയാന്ന് പറയാം. പക്ഷേ നമുക്ക് ഇത്രയും മാച്ചസ് കളിക്കുന്ന സമയത്ത്, ഇത്രയും കൺജസ്റ്റഡായി ഫിക്സ്ചർ കളിക്കുന്ന സമയത്ത് സ്ക്വാഡ് ഡെപ്ത് എന്ന് പറയുന്ന സംഗതി വേണം, അല്ലാതെ രക്ഷയില്ല. നിങ്ങളൊന്ന് നോക്കിക്കേ, ആ ഇൻ്റർ മിലാൻ്റെ സ്ക്വാഡൊന്ന് നോക്കാം, ഭീകര ഡെപ്ത് ഉണ്ട്. ഈവൻ അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ സ്ക്വാഡ് പോലും ബാഴ്സൻ്റെ സ്ക്വാഡിനേക്കാളും റയലിൻ്റെ സ്ക്വാഡിനേക്കാളും ഡെപ്ത് ഉണ്ട്. മാൻ സിറ്റിൻ്റെ സ്ക്വാഡ് ഡെപ്ത് ഉണ്ട്. മാൻ സിറ്റിൻ്റെ ആ ഒരു സ്ക്വാഡ് ഡെപ്ത് കാരണമൊക്കെയാണ് അവർ അത്രയും കാലം പ്രീമിയർ ലീഗൊക്കെ പ്രോപ്പറായിട്ട് ഡോമിനേറ്റ് ചെയ്ത് പോയത്. ആൻഡ് ഈ വർഷം കൊളാപ്സായി, അത് നമുക്ക് മാറ്റി നിർത്താം. അപ്പം സ്ക്വാഡ് ഡെപ്ത് വേണം, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സ്ക്വാഡ് ഡെപ്ത് എന്ന് പറയുന്ന സംഗതിയൊന്നും കാർലോ അങ്ങനെ പ്രിഫർ ചെയ്യാറില്ല. അതാണ് മറ്റൊരു കാര്യം. സോ കാർലോയിൽ നിന്ന് നെക്സ്റ്റ് സീസണിൽ മൂവ് ഓൺ ചെയ്തിട്ട് അവർ ഇത്തരം പൊസിഷനിലേക്ക്, എല്ലാ പൊസിഷനിലേക്കും എന്നല്ല ഞാൻ പറയുന്നത്, ഡിഫെൻസീവ്ലി പറഞ്ഞല്ലോ, റൈറ്റ് ബാക്ക് വേണം, അല്ലെ അതേപോലെ തന്നെ ഒന്നോ രണ്ടോ ലെഫ്റ്റ് ബാക്ക് വേണം, ഒന്നോ രണ്ടോ സെൻറ്റർ ബാക്കിന് അവർ നിർബന്ധമായിട്ടും കൊണ്ടുവരണം, ഒരു 6നെ കൊണ്ടുവരണം. ഇതൊക്കെയാണ് മാൻഡോട്ടറി. പിന്നെ മേലോട്ട് വരുമ്പോൾ അവർ സ്ട്രൈക്കറെ സൈൻ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, അവിടെ എൻട്രിക്ക് ഉണ്ടെന്ന് വിചാരിക്കാം. ലെഫ്റ്റിൽ ഒരു പ്രോപ്പറായിട്ടുള്ള ബാക്കപ്പ് വിനിക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് നൈസായിരിക്കും. പിന്നെ റൈറ്റിൽ ആവശ്യമില്ല. സോ അത്രയും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഓക്കെ, അപ്പം നിങ്ങളുടെ ഒപ്പീനിയൻസ് കാര്യങ്ങളൊക്കെ കമൻറ്റ് സെക്ഷനിൽ പറയാം. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.